കർത്താവ് അങ്ങയുടെ ഇസ്രായേൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മാറിഞ്ഞു മരമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ ഇസ്രായേൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മാറിഞ്ഞു മരമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ ഇസ്രായേൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണിയിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം പിടിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പരിശുദ്ധ മാതാവേ, വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങളുടെ
sunshine, you're my best times, you're my anomaly. And I'd choose you in 100 lifetimes. I'd choose you in 100 worlds. I'd find you, and I'd say I do for the rest of my life. With all that I have, I do. And I will, when the sky is falling, I promise you I'm all in, no turning back. And every day, every moment, every breath you take, I choose you. This is more than just a wedding. This is etched into eternity. With our union, we will move mountains. We will live on our knees. 'Cause he'd choose us in 100 lifetimes. He'd choose us in 100 worlds. He'd find us, and we'd say we do for the rest of our lives. With all that we have, we do. And we will, when the sky turns black and he comes back riding on the clouds. വിശുദ്ധ കുരിശിൻ്റെ ആൾക്കാർ ഞങ്ങളോട് ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ച അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന നിർമ്മലിനെയും അഖിലയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കാരുണ്യപുരം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർയോസേപ്പേ, ദൈവമാതാവെ പരിശുദ്ധ കന്യകാ മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ. ആമേൻ. അധ്യായം 2 1 മുതലുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു.
ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം, മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിൽ ഉടമ്പടി ചെയ്തു ഞാൻ. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാം. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കുദാശി യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു.
അവളുടെ മേലെങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരുല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ശൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനാദിവൻ തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ വചനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹാ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനരാ സർവേശ, പരിപാവനരാ ബലവാനേ, പരിപാവനരാ ആവർത്തിയനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സ്തുത്യർഹനും
ബലവാനും അവർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. അധ്യായം 5, 20 മുതലുള്ള വചനങ്ങൾ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 തിരുവചനങ്ങൾ 2 മുതൽ. ഫരീസിയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്? അവൻ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്തുകൊണ്ട് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായില് ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിവാഹത്തിലൂടെ ഒന്നാകാൻ പോകുന്ന നിർമ്മൽ, അഖില, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം പങ്കിടാനായിട്ട് വന്നിരിക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇച്ചിരി സന്തോഷമായിട്ടൊക്കെ ഇരിക്കട്ടോ. പെണ്ണും ചെറുക്കനൊക്കെ എന്നിട്ട് പേടിച്ചരണ്ടിരിക്കുക. ആദ്യമായിട്ട് കല്യാണം കഴിക്കണതിന് ടെൻഷനാന്ന് തോന്നുന്നു. നിങ്ങൾ ഇനിയൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അന്നൊന്ന് ചിരിക്കായിരുന്നു, അന്ന് ഇച്ചിരിയോടെയൊക്കെ സന്തോഷമായിട്ടിരിക്കായിരുന്നു എന്നൊക്കെ. ഫോട്ടോഗ്രാഫേഴ്സ് മനസ്സിലൊക്കെ പറയുന്നുണ്ട്, ഇവരൊന്ന് ചിരിക്കുമായിരുന്നെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുക്കായിരുന്നു എന്നൊക്കെ. അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഈ മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ്സ് ആയിട്ട് മാറണമെങ്കിൽ ഇത് വളരെ സ്നേഹത്തോടു കൂടി ഒരു എൻജോയ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ചില കാര്യങ്ങൾ ഇപ്പം ഓക്കെ ആയിട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ കൂളായിട്ട് ഈ ദിവസത്തെ ഒന്ന് സമീപിക്കാനായിട്ട്, സന്തോഷമായിട്ടിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇന്ന് നമുക്കൊക്കെ സന്തോഷമുള്ള ദിവസമാണ്. അഖിലയും അതുപോലെ തന്നെ നിർമ്മലും ഒന്നാകുന്ന ദിവസമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന്, ദൈവാനുഗ്രഹപ്രദമായിട്ട് തീരട്ടെ എന്ന്, ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഈ വെറുതെ കല്യാണം കൂടി ഫുഡും കഴിച്ച് കൈ കഴുകി പോകാനുള്ളവരല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവരുടെ കുടുംബം മനോഹരമായിട്ടൊരു കുടുംബമായിട്ട് മാറാനായിട്ട് നമ്മളെല്ലാവരും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളപ്പോഴാണ് ഇവരുടെ കുടുംബം മനോഹരമായിട്ട് മാറുന്നത്. അപ്പം ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന കുറയുന്നുണ്ടെന്ന്, നമ്മൾ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചില്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കും ഇവിടെ വിലയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. 2 പേര് കൂടുന്ന ഒരു ടീമാണ് നിങ്ങൾ. ഇനി ഞാൻ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു ടീമായിരിക്കണം നിങ്ങൾ. 2 വ്യത്യസ്തമായ ടീമുകളിൽ കളിക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ല നിങ്ങൾ ഒരു ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പൊ ആ ബോധം നമുക്ക് പ്രധാനമായിട്ടും വേണം. അതായത് നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇൻഡിവിജ്വാലിറ്റി എന്നും ഇൻഡിപെൻഡൻസ് എന്നും സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും ആശയങ്ങളും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ നമ്മളൊരു കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മളൊരു ടീമാണ്. നമുക്ക് 2 പേർക്കും ഒരേ രീതിയിൽ ചിന്തിക്കാനും ഒരേ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയണം. ഈ അടുത്തിടയ്ക്ക് വാട്സപ്പിലൊക്കെ കണ്ട ഒരു റീൽ ഇങ്ങനെയായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഭർത്താവ് പറയുകയാണ്, ഞങ്ങളെല്ലാം ഷെയർ ചെയ്താണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധമുണ്ട്. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. വീട്ടിലെ മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഞാനാണ്, ഭർത്താവാണ്. മൈനർ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഭാര്യയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ മൈനർ ആയിട്ടുള്ള ഡിസിഷൻസ്? അപ്പൊ ഭാര്യയാണ് വീട്ടിൽ എന്താ ആഹാരം ഉണ്ടാക്കുന്നത് തീരുമാനിക്കുന്നവളാണ്. കൊച്ചിനെ ഏത് സ്കൂളിൽ വരണമെന്ന് തീരുമാനിക്കുന്നവളാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നവളാണ്. ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ എന്താണ് സമ്മാനം കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നവളാണ്. അങ്ങനെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന, മൈനർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഭാര്യയാണ്.
അപ്പോൾ ഭർത്താവാണ് മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ? അത് വളരെ എളുപ്പമാണ്. ഇസ്രായേലും പാലസ്തീനയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആണവ കരാറ് കൃത്യമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മേജറായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഭർത്താവും മൈനറായിട്ടുള്ള വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഭാര്യയുമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലും, നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും, നമ്മൾ എന്താണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാകണം. എൻ്റെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടമാണ്. എൻ്റെ വ്യക്തിപരമായ ആശയമല്ല, നമ്മുടെ ആശയമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ചേർന്നൊരു തീരുമാനം എടുത്താൽ അത് ഒരുമിച്ച് നടപ്പാക്കാനായിട്ട്, ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ കുടുംബം കൂടുതൽ മനോഹരമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഇതൊരു ടീമാണ്, നിങ്ങൾ ടീമിലെ പ്ലേയേഴ്സാണ്, നിങ്ങൾ ഒപ്പോസിറ്റ് കളിക്കുന്നവരല്ല എന്ന് ഒന്നാമതായിട്ട് തിരിച്ചറിയുക. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവണം. ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. കാരണം രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ളവരായിരിക്കും, വ്യത്യസ്തമായ രുചികളുള്ളവരായിരിക്കും, വ്യത്യസ്തമായ ചിന്താഗതികളുള്ളവരായിരിക്കും. നിങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഈ ലോകത്തെ കണ്ടതും നിങ്ങളുടെ സംസ്കാരവും ഒക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്തരാണ് ഒരുമിച്ച് ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ സംസാരത്തിലും ചിന്തയിലും ഒക്കെ ഈ വ്യത്യസ്തതയ്ക്കുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പരസ്പരം ക്ഷമിക്കാനായിട്ട്, പോട്ടെ സാരമില്ല എന്ന് പറയാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഓക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നൊക്കെ പറഞ്ഞ സംഗതി മുന്നോട്ട് പോവില്ല. അപ്പം നമ്മൾ തീരുമാനിക്കണം ക്ഷമിക്കാനായിട്ട്. എൻ്റെ ഭാഗത്താണ് ശരി, 100% ശരി എൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോഴും വേണ്ട പോട്ടെ ഞാൻ വിട്ടുകളയുന്നു എന്ന് പറയാനായിട്ട് ഉള്ളൊരു എളിമ നമുക്കുണ്ടെങ്കിൽ, അത്തരത്തിലുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ വീട്ടിൽ പലപ്പോഴും വഴക്കൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ലായിരിക്കും, മൂന്നാമതൊരാളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിച്ച് വഴക്കുണ്ടാകുന്നത്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലൊക്കെ എപ്പോഴും വഴക്കുണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതായത് ഭർത്താവ് പറയാണ്, ചെറിയാച്ചൻ്റെ 3ാമത്തെ കൊച്ച് കാനഡയ്ക്ക് പോയിട്ട് 3 വർഷമായി. അപ്പോൾ ഭാര്യ പറയാണ്, 3 അല്ല 4 വർഷമായി. അല്ലെന്നേ 3, ഞാൻ എന്നെ പറയണേ 4 വർഷമായി. അതായത് ഇവര് തമ്മിൽ ഒരു ബന്ധമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് 3 വർഷമാണോ 4 വർഷമാണോ എന്നതിനെ കുറിച്ചാണ് ചർച്ച. അതായത് ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല, മറ്റൊരു കുടുംബത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും തേർഡ് പേഴ്സണെ കുറിച്ച് നമ്മളാണ് ചിന്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കാദ്യം, നമ്മുടെ വീട്ടിലെ കാര്യം നോക്കാദ്യം, നമ്മൾ തമ്മിലുള്ള പ്രശ്നം ആദ്യം തീർക്കുക. എന്നിട്ട് നമ്മൾ 4ാമത് 3ാമത് ഒരാളുടെയൊക്കെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകുമെന്ന് തിരിച്ചറിയണം. പിന്നെ 3ാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെക്ക് പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസത്തിന്റെ പുറത്തായിരിക്കണം നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടത്. 3ാമതൊരാളോ മറ്റൊരാളോ പറയുന്നത് കേട്ട് ഭാര്യയെ വിലയിരുത്താനോ ഭർത്താവിനെ വിലയിരുത്താനോ പോയാൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ കണ്ണിലൂടെ കാണുന്നൊന്നും ആയിരിക്കില്ല ശരി. അപ്പോൾ പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഈ വിശ്വാസം ബിൽഡപ്പ് ചെയ്യാൻ കൂടി നിങ്ങൾ കഴിയണം. 3 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്, ഒരു ടീം വർക്കാണ്, നിങ്ങൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. രണ്ടാമതായിട്ട് പരസ്പരം ക്ഷമിക്കാനായിട്ട് നിങ്ങളൊന്ന് തയ്യാറാകണം. അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തിൽ കമ്മ്യൂണിക്കേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കരുണയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കരുണയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ,
നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സൗഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവര സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. KL 07BQ116 നമ്പർ കാർ ഇപ്പോൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും മാറ്റി പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് പറയുകയാണ്. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ തിരുമണവാളൻ മണവറയിങ്ങൾ നയിച്ചല്ലോ. നിർമ്മൽ എന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഖില എന്ന മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. അഖില എന്ന മറിയം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിർമ്മൽ എന്ന ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും.
കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. രക്ഷാകർമ്മത്തിൽ പങ്കാളികളാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ ജപമാലകൾ ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉത്ഥാനത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇതുവരെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തരായി ജീവിക്കുവാൻ ഇവരെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. യോസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതന ഈശോയും കുടുംബമാ യാഗവേദിയിൽ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ചൊല്ലുതരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന്
വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹാ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. നാവിലെന്നും ഭോജ്യമായി ഹൃത്തിലെന്നും ജീവനായി പേരിറങ്ങിയ മന്നയായി ദിവ്യകാരുണ്യം. ജീവനായിതാ സൗഖ്യമായിതാ സ്നേഹമായി തീർന്നിടാ ദിവ്യകാരുണ്യം. ജീവനായിതാ സൗഖ്യമായിതാ സ്നേഹമായി തീർന്നിടാ ജീവനാ നീന്റെ പ്രാണനാ വന്നു വസിച്ചിടണേ. ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ, വന്നാൽ തീർന്നിടണേ. ജീവന്റെ ജീവനാ നീ എന്റെ പ്രാണനാ വന്നു വസിച്ചിടണേ. ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ, വന്നാൽ തീർന്നിടണേ. ദിവ്യകാരുണ്യം മുറിഞ്ഞപ്പമായി വെണ്ണിറങ്ങി മണ്ണിറങ്ങി എന്റേതാകണേ. സ്നേഹവായ്പിനാ ലോകമെങ്ങും ഏകുവാൻ എന്നും സ്നേഹമായി തീരാൻ ദിവ്യഭോജ്യമേ. ജീവന്റെ ജീവനാ നീ എന്റെ പ്രാണനാ
ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ബലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിനാൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായി അവതരിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ മാർ യൗസേ പിതാവിന്റെയും മാധ്യസ്ഥം ഇവരെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമേ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികൽമത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബജീവിത അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണമറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. Truest home. You are my only home. Sunrise in our wild eyes, shadows burning fire, dead men coming alive. You are my forever youth.
congratulations. Today you have made a new commitment. Wishing you a very happy married life. May your union be blessed by Almighty and filled with joy and happiness. Let's give them a big round of applause as they begin their new journey. ക്ഷണം സ്വീകരിച്ച ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളായിരിക്കും. So I invite the pillar and backbone of their families. So Basil Chetan will give a brief introduction of their parents. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അഖിലയുടെയും നിർമ്മലിന്റെയും ഈ വിവാഹദിന ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ സ്നേഹ വിരുന്നിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് അഖിലയുടെ ഭാഗത്തു നിന്നും നിർമ്മലിന്റെ ഭാഗത്തു നിന്നുമായി പലരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും പൂർണ്ണമായി അറിയുന്ന ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ ഫാമിലിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യമായി നിർമ്മലിന്റെ ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്താം. പേര് പറയുന്നവർ കയറി വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. നിർമ്മൽ ഈ പള്ളിയുടെ വകയിലെ ആലിക്കൽ വീട്ടിൽ പരേതനായ അനിലിന്റെയും പൗളിയുടെയും മകനാണ്. അമ്മ പൗളിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. നിർമ്മലിന് ഒരു സഹോദരിയാണുള്ളത്. സഹോദരി നീമ അനിൽ. സഹോദരിയുടെ ഭർത്താവ് ഞാൻ ബേസിലാണ്. ഞങ്ങളുടെ കുഞ്ഞുകുട്ടി അന്നാമു എന്ന് വിളിക്കുന്ന എസ്ലിൻ. അഖിലയെ പറ്റി പറയുമ്പോൾ നെല്ലിക്കുഴി സെന്റ് ജോസഫ് വെട്ടിയാങ്കൽ ജോസിന്റെയും ലീലാമ്മയുടെയും മകളാണ്. അഖിലയുടെ മാതാപിതാക്കളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അഖിലയുടെ ഇളയ കുഞ്ഞനുജത്തി മുത്തൂസ് അലീനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. I invite everyone to illuminate our souls by lighting the lamp. Ladies and gentlemen, wedding is the most joyful ceremony and it is the intention of God to the human families. For newly wedded couples, I take this opportunity to invite them to cut the cake and share it as a token of their love. So, ladies and gentlemen, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് 3, 2, 1 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാം. And they'll cut the cake. Ready? 3, 2, 1 and go. And now it's time for the wine tossing ceremony. So, wine is a symbol of richness. സ്നേഹത്തിന്റെ ലഹരി കൂടി കൂടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. The blending of two lives is not one.
I invite both of you to perform the wine tossing ceremony. So, പ്രാർത്ഥനകൾ കൊണ്ടും ആശംസകൾ കൊണ്ടും ഈ മംഗളകരമായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഫാമിലിയുടെ പേരിൽ നന്ദി പറയുന്നു. പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ. ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ. കടലിൽ നീ എന്തിന് തേൻ തിരതൻ നീർ ചുഴികൾ തീർക്കുന്നിടാ. നെഞ്ചോരം ചെണ്ടിയായി പ്രണയമാളവേ മണ്ണാകെ പിന്നാകെ പൂവണികളായതോ. ഒരു വട്ടം നീ കേട്ടോ എൻ ഹൃദയമർമരം പൂവിട്ടോ ലാവെട്ടോ ആ വിഴിയിലാകയും. പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ. കാറ്റെറിഞ്ഞു പോയ മഞ്ഞുമാരിയിൽ മെയ്നനഞ്ഞിരുന്ന നേരം ആഴമേറിയേറിയാഴിയാകയോ ആർദ്രമൗനമാർന്ന മോഹം. മരുനിലമാകും ഈ വാഴ്വിൻ തീരാനോവിൻ മുറിവും താനേ മായാനിതുവഴി പോരും നിന്നെ. കാലങ്ങൾ ഓരോന്നായി താണ്ടും നീ ജന്മം. ഓ കാത്തുവച്ചോളാം മനസ്സിൽ ചേർത്തു വച്ചോളാം. ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ. കടലിൽ നീ എന്തിന് തേൻ തിരതൻ നീർ ചുഴികൾ തീർക്കുന്നിടാ. നെഞ്ചോരം ചെണ്ടിയായി പ്രണയമാളവേ മണ്ണാകെ പിന്നാകെ പൂവണികളായതോ. ഒരു 2-3 മിനിറ്റ് മാത്രമുള്ളൂ എൻ്റെ ഈ ചെറിയ കലാപരിപാടി. ഒരു ചെറിയ മിമിക്രി അവതരിപ്പിക്കുകയാണ്. അടുത്ത് ചെമ്മീൻ എന്ന സിനിമയിൽ മധു പരികുട്ടിയായി അഭിനയിക്കേണ്ടായി തന്റെ കാമുകിയായ കർത്തമ്മയോട് പറഞ്ഞ രംഗമാണ്. കർത്തമ്മ എന്നോട് യാത്ര ചോദിക്കാൻ വന്നായിരിക്കുമല്ലേ? കർത്തമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു കർത്തമ്മേ എന്നോട് യാത്ര ചോദിക്കാൻ? ഇന്നലെ വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു. ഇന്നു മുതൽ ഞാൻ തനിച്ചാണ്. നാളെ പുതിയൊരു പുരുഷന്റെ കൂടെ കൈപിടിച്ച്
ഒരു കുടുംബജീവിതത്തിലേക്ക് നടന്നു പോകുന്ന കർത്തമ്മേ ഞാൻ എങ്ങനെ നോക്കിയിരിക്കും കർത്തമ്മേ? എന്നെ വിട്ടു പോകരുത് കർത്തമ്മേ. അടുത്ത KP ഉമ്മർ വില്ലനായ ഉമ്മർ. ശോഭേ, മനോഹരമായിരിക്കുന്നു. നീ എന്നോട് സഹരിച്ച് നിന്നോട് ഞാൻ സഹരിക്കും. എന്ത് സഹരിക്കില്ലെന്നോ? മഹേശ്വരിമേ, മഹേശ്വരിമേ, എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നല്ലേ? അടുത്തായിട്ട് ആവേശം സിനിമയിൽ എമ്മൻ നമ്പ്യാർ. രാഘവൻ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. രാഘവന് ഉപകാരം ചെയ്ത ശീലമില്ല. നിന്റെ പാമ്പുകൾ കൊണ്ട് ആ വിജയനെ കൊത്തി കൊത്തി കൊല്ലണം. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. അവന്റെ കഥ കഴിക്കണം. മലയാള സിനിമയിലെ കൊടക്കമ്പി എന്നറിയപ്പെടുന്ന ഇന്ദ്രൻസ്. കൊച്ചുമ്മോ, കൊച്ചുമ്മോ, വലിയ മുതലാളി പാടത്ത് കിടന്ന് വഴക്കുണ്ടാക്കുക. കൊച്ചമ്മോട് പാടത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. കൊച്ചമ്മ പോയാലും കൊള്ളാം, പോയില്ലേലും കൊള്ളാം, ഞാൻ പാടത്തേക്ക് പോവാ. അടുത്ത ജനാർദ്ദനൻ. ഓ, അവൻ തങ്കപ്പൻ അല്ലടാ, അവൻ പൊന്നപ്പൻ. പൊന്നപ്പൻ തല്ലി ഒടിക്കടാ ആ അവന്റെ കാല്. അയ്യോ, എന്റെ കാലല്ല, അവന്റെ കാല്. കുട്ടിക്കുടിയേ, മിറ്റിക്കുടിയേ, തല തിരിഞ്ഞേ, വര തെളിഞ്ഞേ. കുട്ടിക്കുടിയേ, ചിറ്റിത്തിരിയേ, പിരിപിരിഞ്ഞേ, നിലമറിഞ്ഞേ. പതി പതിയേ ചിരി വിരിഞ്ഞേ, മതി മറന്നേ മനോരാജ്യമേ. നേരാ നീ കാണാൻ എന്ത് ചേല, നീ മിണ്ടാ നേരം നേരാ നീ സാദാ സിൻഡറേല. കുട്ടിക്കുടിയേ, ചിറ്റിത്തിരിയേ, പിരിപിരിഞ്ഞേ, നിലമറിഞ്ഞേ. Sing ചേട്ടാ. കണ്ണാലെ കണ്ണാകെ തൊട്ടപ്പോ തന്നെ പൊട്ടിപ്പോയെന്റെ കണ്ണിൻ പിഞ്ഞാണം. പിന്നാലെ ചുറ്റുമ്പോ തന്നെ തെറ്റിപ്പോയെന്റെ ഉൾഘടികാരം. ടക്ക് പിടിച്ചും കണ്ടെന്നേ, നീ നെഞ്ചേലെന്നും കുത്തി വലിക്കുന്നേ. പതി പതിയേ ചിരി വിരിഞ്ഞേ, മതി മറന്നേ മനോരാജ്യമേ. കുട്ടിക്കുടിയേ, മിറ്റിക്കുടിയേ, പിരിപിരിഞ്ഞേ, നിലമറിഞ്ഞേ. നേരാ നീ കാണാൻ എന്ത് ചേല, നീ മിണ്ടാ നേരം നേരാ നീ സാദാ സിൻഡറേല. കുട്ടിക്കുടിയേ, മിറ്റിക്കുടിയേ, തല തിരിഞ്ഞേ, നിലമറിഞ്ഞേ. റത്തനന്നേ, 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 തരനന്നേ. സിംഗ് ചേട്ടാ. റത്തനന്നേ, റത്തനന്നേ, റത്തനന്നേ. तेरे बिन
ഇവക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുത്തൻ തിങ്കളേ പുത്തിങ്കളെ ഇനി ഓടി കണ്ണെറിയരുതേ. കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ. ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പേടിച്ചു ഞാൻ നിന്നോട് മൃദുല പ്രതലമധികം മധുരമതി മനോഹരം. മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാട്ടിലും കോളിലും കൂട്ടു പങ്കിടാൻ ഞാൻ മതി വരുവോളം. പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം. ഞാൻ നിന്നുടെ മരത്തു മെല്ലെ വേരുകളാഴ്ത്തിടാം. നിൻ ഹരിത പരവതാനിയാവാം. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഞാൻ. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഞാൻ. Stop.
പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. തിരിച്ചു വന്നല്ലേ തിരികെ വിട്ടാൻ വന്നല്ലേ തിരുത്തി വെക്കാൻ വന്നല്ലേ തിട്ടം കൊണ്ടല്ലേ ചേട്ടൻ വന്നല്ലേ ചേട്ട ചെയ്യാൻ വന്നല്ലേ പേട്ട തുള്ളാൻ വന്നല്ലേ വേട്ടയനല്ലേ ഏതൻ പൂവേ മനം തന്ന പെണ്ണേ നീ എൻ മുന്നിൽ നിറം കൊണ്ടതെന്തേ നാളിന്നോളം കൊതിക്കാത്തതെല്ലാം ഒന്നിനി കാതിലോതി മായുകയെങ്ങോ നീ ദൂരെ ഒന്നും ഒളിക്കാതെ ഒരിക്കലും മടിക്കാതെ പറഞ്ഞു നാം പകർന്നിടാ രഹസ്യമുണ്ടോ നിന്നെ നനയ്ക്കാതെ അടുത്തു വന്നിരിക്കാതെ മറന്നു ഞാൻ ചിരിക്കാതെ കടന്ന നാളുണ്ടോ ഇടനെഞ്ചിൽ നെഞ്ചമുരുമ്മുമ്പോൾ ആവർത്തനമായി അനുരാഗ കൽപ്പനകളേറുന്നേ എന്തീ മധുരം ഇവനാദ്യമായി അറിയും ഏതോ ഭാവം ഏഴ് ജന്മമിഴയായിടേണം ഇവിടെ
ഏതൻ പൂവേ മനം തന്ന പെണ്ണേ നീ എൻ മുന്നിൽ നിറം കൊണ്ടതെന്തേ നാളിന്നോളം കൊതിക്കാത്തതെല്ലാം ഒന്നിന് കാതിലോതി മായുകയെങ്ങോ നീ ദൂരെ തെന്നിപ്പിടിക്കാതെ പിടിച്ചുകൊണ്ടൊളിക്കാതെ കടുത്തോരൻ വിരിമാറിൽ പടർന്ന നിന്നെ നുള്ളിക്കെടുത്താതെ കവിൾ തടം നനക്കാതെ ഇരുട്ടിലെ വിളക്കായി ഞാൻ തെളിച്ചിടാം കണ്ണേ
ചന്തമിഴും ഈറൻറാവുകളും മുന്തിരിച്ചുണ്ടുകളും വിഞ്ഞാമുമ്മകളും മറന്നെല്ലാം അന്നു നാം ഉള്ളാൽ രണ്ടിണയാ ലോകം പിന്നെ നാളൂരഴകാ അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീരലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി കുഞ്ഞു കഴുത്തിൻ പിറകിൽ നീ ഒന്നു തൊടുമ്പോൾ ഞാൻ വെറുതെ പൂത്തുപോയി നാണമായി വിടാതെ വരാം ഞാൻ നീലാറ്റലോടലാ വാഴ്വിൻ ദീപമാണു നീ ഇടം വലം നടന്നിടാം
പരിഗണിക്കുകയും സകലങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ ആരാധിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ കാവന്മാലാഹമാരെ ഞങ്ങളുടെ കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.